കെബിൻ ഇപ്പോൾ ബെൻസൺ പറഞ്ഞതനുസരിച്ച് അവിടെ എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ലഭ്യമാണ്. അവിടെ നിരവധി ആളുകളാണ് ഇപ്പോഴും അവിടേക്ക് ക്യാമ്പിലേക്കായി എത്തുന്നത് എന്നും പറയുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ ഒരു രാത്രി സമയത്തും അവിടേക്ക് വരുന്നുണ്ടോ? ഇപ്പോൾ അവിടെ രാത്രി ഭക്ഷണത്തിനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്ന തിരക്കിലാണ് എന്നും പറയുന്നുണ്ട്. കെബിൻ, അവിടെ നിന്നും ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ശരിയാണ് സ്വാതി. ഏറ്റവും കൂടുതൽ ആൾക്കാരെ പുനരധിവസിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന ക്യാമ്പാണ് മേപ്പാടിയിലുള്ള ഈ ക്യാമ്പ്. ഇവിടെ നിരവധി ആൾക്കാരാണ് ഈ സമയവും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ വോളണ്ടിയർമാർ ഉൾപ്പെടെ ഇവിടെ താമസിച്ചിരിക്കുന്ന ആൾക്കാരുടെ സ്ഥലങ്ങൾ വൃത്തിയാക്കുന്ന തിരക്കിലാണ്. സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ വൃത്തിയാക്കുന്ന തിരക്കാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ ഈ ഭാഗത്താണ് ഭക്ഷണം കൊടുക്കുന്നത്. അവിടെയെല്ലാം തന്നെ വൃത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് ഉള്ളത്. അതേപോലെ നിരവധി പേർ ഇപ്പോഴും ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾ ഒരുപാട് ഇവർക്ക് വേണ്ട, ക്യാമ്പിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ഭക്ഷ്യ സാധനങ്ങളായാലും മറ്റ് അവശ്യ സാധനങ്ങളുമായി ഇപ്പോൾ എത്തിച്ചേർന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ അബിൻ വർക്ക് ചേർന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? അതായത് തീർച്ചയായിട്ടും ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മൾ ഈ ദുരന്തത്തെ നേരിടുക എന്നുള്ളതാണ്. ഇവിടെ റിലീഫ് ക്യാമ്പുകളിൽ ഒട്ടേറെ ആളുകൾ അവരുടെ ഉറ്റവരെ തേടിയുള്ള ഒരു വേദനയിലാണുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുക എന്നുള്ളതാണ് എല്ലാ യുവജന സംഘടനകളും, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ യുവജന സംഘടനകളും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഈ ദുരന്തത്തെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാം എന്നുള്ളതിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഈ റിലീഫ് ക്യാമ്പുകളിൽ ഭക്ഷണം എത്തിക്കൽ ആയിക്കൊള്ളട്ടെ, ഇവിടുത്തെ ക്ലീനിങ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ സ്ഥലത്തും ആയിക്കൊള്ളട്ടെ, ഇന്നിപ്പോൾ ബെയിലി പാലം പണിയുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങളാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്യുകയുണ്ടായി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒറ്റക്കെട്ടായി നീങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് പറയുന്നത്. അതായത് കക്ഷി രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് തന്നെ ഈ ദുരന്തമുഖത്തു നിന്നും രക്ഷപ്പെട്ടെത്തി ഇവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് ദുരന്തമുഖത്ത് നിന്ന് അവർക്ക്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥികൾക്ക് ഈ രക്ഷപ്പെട്ടു വന്ന വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലുമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഒരു തടസ്സമുണ്ടാകില്ല. എവിടെയാണോ വിദ്യാർത്ഥികളുള്ളത് അവിടെ തന്നെ വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ടാകും. അതേപോലെ ഈ കുട്ടികൾക്കായാലും മുതിർന്ന നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ വീണ്ടും എടുക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും. കൂടാതെ തന്നെ ഈ ഒരു മാനസിക ആഘാതം ഏൽക്കുന്ന കുട്ടികളായാലും അതേപോലെ മുതിർന്നവർക്ക് ഉള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ക്യാമ്പുകൾ തുടരും. ക്യാമ്പുകൾ സജീവമാക്കും. എല്ലാവരെയും ഓരോ കുടുംബങ്ങളുടെയും സ്വകാര്യതകൾ മാനിക്കണമെന്നാണ് പറയുന്നത്. ചേട്ടാ, രാത്രിയിലേക്കുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞോ? റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആള് കൂടുന്നത് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നാണ് ഇപ്പോൾ കെബിനും ബെൻസണും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. അവിടെ രാത്രി ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ശുചീകരണം നടത്തുന്നുണ്ട്. ഒരു വശത്ത് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. നിരവധി ആളുകൾ കൂടുതൽ ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അഭയം തേടിയെത്തുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു 3-ാം ദിവസമാണ്. ദുരന്തമുണ്ടായതിനു ശേഷമുള്ള 3-ാം ദിവസം, 3-ാമത്തെ രാത്രിയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് പോലും കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര മാത്രമായിരുന്നു എന്ന്.